മഹാകുംഭമേളയുടെ കാലത്ത് വൈറൽ പെൺകുട്ടിയാവുകയും അതിനുശേഷം സിനിമ താരമാവുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരിയാണ് മോണലിസ ഭോസ്ലെ. ഇപ്പോ സഹോദരി എന്ന് ഉറപ്പിച്ച് നമുക്ക് വിളിക്കാൻ കഴിയും. കാരണം കേരളത്തിന്റെ മകളും അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാവിധ ആശംസയും സ്നേഹവും പിടിച്ചു പറ്റിക്കൊണ്ട് മോണലിസ ഭോസ്ലെ കേരളത്തിൽ വെച്ചാണ് വിവാഹിതയായത്. അത് ഓരോ കേരളീയനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണ്. അവർ പറഞ്ഞ വാക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ കേരളത്തിന് കുറെ അധികം മേന്മകൾ ഉണ്ടെന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടെ വെച്ച് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി പറയുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനം, ശരിക്കും അഭിമാനം തന്നെയാണ്. മോണലിസ ഭോസ്ലെ കല്യാണം കഴിച്ചത് മുഹമ്മദ് ഫർഖാൻ എന്ന് പറയുന്ന ഒരു സിനിമ താരത്തെ തന്നെയാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടനെ തന്നെയാണ് അവർ കല്യാണം കഴിച്ചത്. ഇവരുടെ മോണലിസയുടെ വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചിരുന്നു. ഒരു ബന്ധുവുമൊത്താണ് വിവാഹത്തിന് നിശ്ചയിച്ചിരുന്നത്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കാൻ ഇരിക്കുകയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മോണലിസ രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിലെത്തുന്നതും ഇവിടെ വെച്ച് മുഹമ്മദ് ഫർഖാനുമായി പ്രണയത്തിലാകുന്നതും ഉടനെ തന്നെ വിവാഹം നടക്കുന്നതും. കാരണം ആ വിവാഹം ഉടനെ നടത്താൻ തന്നെ കാരണമായി എടുത്തു പറയുന്നത് താൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്നും ബന്ധുവുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും വീട്ടിൽ നിന്ന് വിളി വന്നപ്പോഴാണ് എത്രയും വേഗം വിവാഹം കഴിക്കണമെന്ന് തന്റെ കാമുകനോട് പറയുകയും അദ്ദേഹം ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തത്. ഇതാണ് പശ്ചാത്തലം. ഇനി 2008 ജനുവരി 1 മോണലിസ ഭോസ്ലെ ജനിച്ചതെന്ന് ആധാർ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സർക്കാർ കൊടുത്ത ഐഡന്റിറ്റി കാർഡ്. ഇനി വിവാഹം എന്ന് പറയുന്നത്, വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രം അംഗീകരിച്ച, നമ്മുടെ സർക്കാർ അംഗീകരിച്ച, നമ്മുടെ ഭരണഘടന അംഗീകരിച്ച രജിസ്ട്രേഷൻ, അതായത് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് ഇവർ വിവാഹ ഉടമ്പടി രജിസ്റ്റർ ചെയ്യുന്നത്, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ കൈകളിൽ കിട്ടുകയും ചെയ്യും. അവരുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 2 മണിക്കൂർ കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റും അവരുടെ കയ്യിൽ കിട്ടും. ഇതൊക്കെയാണ് ഇതിലെ നന്മകളും മേന്മകളും. ആ പെൺകുട്ടി കേരളത്തിൽ വരാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞു, പ്രണയത്തിന്റെ സാഹചര്യം പറഞ്ഞു, കല്യാണത്തിന്റെ സാഹചര്യം പറഞ്ഞു, കല്യാണം നിയമപരമായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഈ നന്മയുടെ പളുങ്കുപാത്രത്തിനകത്തും വിഷം കലക്കാൻ ചില ആളുകൾ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്നതാണ് അടുത്ത നാണക്കേട്. ആദ്യം ഞാൻ മഹാസൗഭാഗ്യത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി പറയുന്നത് ഒരു പോക്കണക്കേടിനെ കുറിച്ചാണ്. ഇവിടെയും വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗദൾ തുടങ്ങിയ ഭീകര സംഘടനകളുണ്ട്, മതഭ്രാന്തന്മാരുടെ സംഘടനകളുണ്ട്. ഇവന്മാർ എന്ത് ചെയ്തു? ഇവിടെ ഒരു ചാനലുണ്ട്, ജനം എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയുടെ ചാനലുണ്ട്, വർഗീയ ചാനൽ. ആ ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് ഇവന്മാര് നേരെ ഈ മോണലിസ ഭോസ്ലെയുടെ മഹാരാഷ്ട്രയിലെ ബന്ധുക്കളെ തപ്പിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു കുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ യുവമാരുടെ കണ്ടെത്തലാണ്, ഈ മതഭ്രാന്തന്മാരുടെ കണ്ടെത്തലാണ്. എന്നിട്ട് ഇത് ലവ് ജിഹാദാണെന്ന് പ്രചരണം കൊടുക്കുന്നു. ഇവനൊക്കെ ആദ്യമേ കയ്യാമം വെച്ച് പിടിച്ച് അകത്തിടേണ്ടതാണ്. മനുഷ്യനെ സ്വസ്ഥമായി വിവാഹം കഴിച്ച് ജീവിക്കുവാനുള്ള പ്രായപൂർത്തിയായ രണ്ടുപേർക്കും ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ കേരളം തിരഞ്ഞെടുത്ത് ഒരു വീടും വാടകയ്ക്ക് എടുത്ത് താമസവും തുടങ്ങി. അപ്പോഴാണ് ഇവന്മാരുടെ ഈ ഒരു വിഷം കലക്കൽ, പളുങ്കുപാത്രത്തിനകത്ത് വിഷം കലക്കൽ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയും. ഇവന്മാര് ഉടനെ ശബ്ദം സംപ്രേഷണം ചെയ്യുന്നു. എന്നിട്ട് DGPക്ക് പരാതി കൊടുക്കുന്നു. പോക്സോ വകുപ്പ് അനുസരിച്ച് കേസെടുക്കണം, ഇത് ലവ് ജിഹാദാണെന്ന് എഴുതി വെക്കണം. ആ തരത്തിൽ ഇവന്മാർ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇത് എന്തൊരു കഷ്ടമാണ് എന്ന് തോന്നില്ലേ? ഈ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചതാകട്ടെ സംസ്ഥാന CPM സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, MP ആയ AA റഹീം, അങ്ങനെ മഹാന്മാരായ പ്രഗത്ഭരായ നേതാക്കളുടെ മഹനീയ സാന്നിധ്യത്തിലാണ് ഈ കല്യാണം നടന്നത്. ഈ രജിസ്ട്രാറൊക്കെ അവിടെ ഇരിക്കുന്നത് പ്രായപൂർത്തിയായോ എന്നൊക്കെ ചികഞ്ഞ് പരിശോധിക്കാനാണ്. രേഖകൾ കൃത്യമല്ലെങ്കിൽ ഇനി ഏത് മഹാറാണി വന്നാലും ഇവിടെ കല്യാണം നടത്തി കൊടുക്കുകയുമില്ല. അതിനി എന്തു പറഞ്ഞാലും ആരൊക്കെ ഇനിയിപ്പോ MV ഗോവിന്ദൻ മാസ്റ്ററെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പോയി പറഞ്ഞാലും ആ കല്യാണമൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കല്യാണമൊന്നും ഇവിടെ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഇനി ഏതെങ്കിലും ഈ ആളുകൾ രഹസ്യമായി നടത്തിയാൽ പോലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി നിയമ നടപടി കേരളം സ്വീകരിക്കും. അങ്ങനെയുള്ള കേരളത്തിലാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കല്യാണം നടന്നു എന്ന് പ്രചരിപ്പിച്ച് ഈ മറ്റേ കേരള സ്റ്റോറി എടുത്ത കള്ളന്മാരുണ്ടല്ലോ, കാപാലികന്മാർ, അവന്മാർക്ക് കുഴലൂത്ത് നടത്തുന്ന കുറച്ചെണ്ണം കേരളത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ പേര് ജിജേഷ് പട്ടേരി, പിന്നെ വേറൊരുത്തരുണ്ട് അനിൽ വിജയൻ. ഇവന്മാരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇവന്മാര് മലയാളികളാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. കേരളത്തിനകത്ത് കേരളത്തിനെ നാറ്റിക്കാൻ വേണ്ടി കുറെ
ഈ മതഭ്രാന്തന്മാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. യുവമാർക്ക് ആണ് ആദ്യം നെല്ലിക്കാതളം വെച്ച് ചികിത്സ കൊടുക്കേണ്ടത്. അവർക്ക് എന്ത് വന്നാലും മോണലിസ ബോസ്ലേക്കൊക്കെ ആശംസ നേരുകയാണ്. കേരളം എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാകും. അല്ലാതെ ഇമാതിരിയുള്ള മതഭ്രാന്തന്മാർക്ക് കുഴലൂതുന്ന ആളുകളല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷവും സർവ്വസാധാരണക്കാരും എന്ന് ഓർപ്പിക്കുകയാണ്.